ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇപ്പൊ 2027 ജനുവരിയിൽ നടക്കാൻ വേണ്ടി പോകുന്ന സെറ്റ് എക്സാമിന് പഠിച്ചു തുടങ്ങേണ്ട സമയമായി. 2027 ജനുവരി എന്ന് പറയുമ്പോൾ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇയർ ബിഗിനിങ്ങിന്റെ സെറ്റ് എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിഡ് ടേം നടക്കുന്നത് ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ്, ഈ 3 മാസങ്ങളിൽ ഏതെങ്കിലും ആയിട്ടാണ് നടക്കുന്നത്. അപ്പം 27 ജനുവരിയിൽ വെച്ചിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയം, അതായത് ഇപ്പൊ ഒരു 6 മാസത്തോളം സമയം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോർ ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിന്നായിരിക്കും നമുക്കൊരു 120 മാർക്കിന്റെ ചോദ്യം ചോദിച്ചാൽ ഒരു 65-62 ചോദ്യങ്ങൾ വരെ ആ ഒരു കോർ ഏരിയാസിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും പഠിച്ചു തുടങ്ങുന്ന ഒരാൾ, നമുക്കറിയാം സെറ്റ് പോലുള്ള ഒരു എക്സാം പഠിച്ചു തുടങ്ങുമ്പം എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുക? ഒരിക്കലും സെറ്റ് എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളല്ല. അയാൾ ഒന്നില്ലെങ്കിൽ MSc പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ BEd പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ കേട്ടറ്റ് ഒക്കെ നേടിക്കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരിക്കും, ഇല്ലെങ്കിൽ പെർമനന്റ് പോസ്റ്റിൽ വർക്ക് ചെയ്യുമായിരിക്കും. പ്രമോഷന് വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർ കൂടുതൽ എഴുതുന്ന ഒരു പരീക്ഷയാണ് സെറ്റിന്റെ ഫിസിക്സിന്റെ എക്സാം അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റിന്റെ എക്സാം. അപ്പൊ സെറ്റ് ഫിസിക്സിന് ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ചിട്ട് നോക്കാം. അപ്പം നമുക്ക് വരുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് ഫസ്റ്റ് വരുന്നത്. മാത്തമാറ്റിക്കൽ ഫിസിക്സിന് ഇപ്പൊ നമ്മൾ ഏത് ഒരു മേഖല എടുത്ത് നോക്കിയാലും, ഏത് സബ്ജക്റ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് 15 മാർക്ക് മാക്സിമം ചോദിക്കും. അതിൽ താഴെ ആയിരിക്കും. മാക്സിമം 15 മാർക്ക് കപ്പാസിറ്റി ആണ് ഏത് മേഖലയിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഇപ്പൊ ഹെർമൈറ്റ്, ലാഗുറെ, ലെജൻഡർ പോളിനോമിയൽ ഉണ്ട്. അതിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓർത്തോഗണാലിറ്റി റിലേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ഒരു 3 to 4, അപ്പൊ 15-ൽ 5-ൽ 1 മുതൽ 5-ൽ 1 ക്വസ്റ്റ്യൻസ്, 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ സ്പെഷ്യൽ ഫംഗ്ഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ലോറൻസ് എക്സ്പാൻഷൻ വരുന്ന ഒരു ഭാഗമുണ്ട്, ലോറൻസ് എക്സ്പാൻഷൻ. അപ്പൊ ഇത്രയും കാര്യത്തിൽ നിന്നാണ് നമുക്ക് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറ്. പിന്നെ മെട്രിക്സ് ഉണ്ട്, മെട്രിക്സിൻ്റെ അകത്ത് റാങ്ക്, ഓർഡർ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വെക്ടർ ഓൾജിബ്ര ഉണ്ട്. അങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് ചോദ്യം ചോദിക്കും. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാത്ത ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് കൈൻഡ് ഓഫ് സ്പെഷ്യൽ ഫംഗ്ഷൻ അവിടെ ഉണ്ട്. ഫോറിയർ സീരീസ് ഉണ്ട്, ഫോറിയർ ലാപ്ലേസ് ഉണ്ട്. ഇതെല്ലാത്തിൽ നിന്നും കൂടി ആയിരിക്കും നമുക്കൊരു 15 മാർക്ക് അവിടെ ചോദിക്കുക. ഇനി നമ്മൾ വരികയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ +1 +2 പഠിക്കുമ്പോൾ കുറേയധികം ലോസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാക്സ്വെൽസ് ലോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗോസ് ലോ ഉണ്ട്, മാക്സ്വെൽസ് ഇക്വേഷൻ ഉണ്ട്, ആംബിയർ സർക്യൂട്ട് ലോ ഉണ്ട്. അങ്ങനെയുള്ള ലോസിന്റെ ഒക്കെ ഇക്വേഷൻ ഫോർമാറ്റ് ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. അതിന്റെ ഇംപ്ലിക്കേഷൻസ് നോക്കുക. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ MSc പഠിക്കുന്ന സമയത്ത് ബൗണ്ടറി കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്, വെക്ടർ ഫോം പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, ഗോജ് ട്രാൻസ്ഫോർമേഷൻ, കൂളംബ് ആൻഡ് ഗേജ് ലോറൻസ് കണ്ടീഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഡെൽ ക്രോസ് എ, ഡെൽ ഡോട്ട് എ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി നമ്മൾ പറയുന്ന ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ അകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയനും, അപ്പം കുറെ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ആ ഡിറൈവ് ചെയ്ത് പഠിക്കുന്നതിന്റെ എൻ പ്രോഡക്റ്റ് കാണുക, ഹാമിൽട്ടോണിയൻ കാണുക. അതുപോലെ തന്നെ ക്ലാസിക്കൽ ട്രാൻസ്ഫർമേഷൻ, പ്രത്യേകിച്ച് ഹാമിൽട്ടോണിയനെ ലഗ്രാഞ്ചിയൻ ആക്കുക, അല്ലെങ്കിൽ ലഗ്രാഞ്ചിനെ ഹാമിൽട്ടോണിയൻ ആക്കുക. അങ്ങനെയുള്ള ട്രാൻസ്ഫർമേഷൻ, പോയിസൺസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ ഹാമിൽട്ടൺ ജാക്കബി തിയറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ന്യൂമറിക്കൽ പ്രോബ്ലം, ഈസി ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള പ്രോബ്ലംസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന മേഖലകൾ. പിന്നെ നമ്മൾ കെപ്ലേഴ്സ് ലോ എടുത്തു കഴിഞ്ഞാൽ എക്സെൻട്രിസിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ കെപ്ലേഴ്സ് ലോ ഇന്ന് ഫസ്റ്റ് കെപ്ലർ ലോയും അതുപോലെ തന്നെ തേർഡ് കെപ്ലർ ലോയും ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ റീസണിങ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്,
ഇതൊക്കെയാണ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ആയിട്ട് സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആൻഡ് തെർമോഡൈനാമിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സ്വെൽസിന്റെ ഇക്വേഷൻ ഉണ്ട്, TdS ഇക്വേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മാക്സ്വെൽസ് തെർമോഡൈനാമിക് ഇക്വേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ഫംഗ്ഷന്റെയും ഓരോ തെർമോഡൈനാമിക് ഫംഗ്ഷന്റെയും ഇക്വേഷൻ ഉണ്ട്, DF = TdS - SdT അങ്ങനെയൊക്കെ പറയുന്ന ഇക്വേഷൻസ് ഉണ്ട്. അതുപോലെ ഫേസ് ട്രാൻസിഷൻ, അപ്പം അവിടെ നമ്മൾ ഫേസ് ട്രാൻസിഷനിലെ കണ്ടീഷൻ നോക്കണം. എസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, അല്ലെങ്കിൽ എൻട്രോപ്പി ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ വേരി ചെയ്യുന്നു, സ്പെസിഫിക് ഹീറ്റ് എങ്ങനെ ടെമ്പറേച്ചറുമായിട്ട് വേരി ചെയ്യുന്നു, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ വേരി ചെയ്യുന്നു, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഫെർമി എനർജിയുമായിട്ട് എങ്ങനെ വേരി ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ പാർട്ടീഷൻ ഫംഗ്ഷൻ നോക്കണം. പാർട്ടീഷൻ ഫംഗ്ഷൻ ഓരോ സ്റ്റേറ്റിലെയും പാർട്ടീഷൻ ഫംഗ്ഷൻ നോക്കണം. അതിന് വേറെ എന്തെങ്കിലും എക്സ്പ്രഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഈ എൻസെമ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസുകളെല്ലാം തന്നെ കാര്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇനി ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ബോസ് ഐൻസ്റ്റീൻ ഫെർമി ഡിറാക് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ക്വാണ്ടം മെക്കാനിക്സ് അല്ല, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഫെർമി എനർജി, അതുപോലെ തന്നെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ഉള്ള സ്റ്റേറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്, ബ്രേവിയസ് ലാറ്റിസ് ഉണ്ട്, മില്ലർ ഇൻഡസസ് ഉണ്ട്, ബ്രാഗ്സ് ലോ ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിൾ ക്യൂബിക്, BCC, FCC, സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സീമാൻ എഫക്ട് തന്നെയാണ്. അത് തന്നെ നമുക്ക് എവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സിലും വരുന്നുണ്ട്. കപ്ലിംഗ് സ്കീം വരുന്നുണ്ട്, സ്പെക്ട്ര, രാമൻ സ്പെക്ട്രോസ്കോപ്പി, അതിന്റെ ക്വാണ്ടം ആൻഡ് ക്ലാസിക്കൽ തിയറി, സെലക്ഷൻ റൂൾസ് എല്ലാത്തിനെയും നമ്മളൊരു ടേബിളൊക്കെ വരച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഏതൊക്കെ മോളിക്യൂൾ ഏതൊക്കെ ആക്റ്റീവ് ആണ്, ഇനാക്റ്റീവ് ആണ്, ആ ഇനാക്ടിവിറ്റി ആൻഡ് ആക്ടിവിറ്റിയുടെ കണ്ടീഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് സെറ്റ് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മേജർ ആയിട്ട് 120 മാർക്കിൽ ഒരു 60, 62, 65 മാർക്ക് വരെയൊക്കെ ചോദിക്കുന്നത് ഈ മേഖലകളിൽ നിന്നാണ്. അപ്പം നമുക്കൊരു ലോങ് ടൈം ബാച്ചിൽ പഠിക്കുകയാണെങ്കിൽ എന്താണ് 120 മാർക്കിന്റെയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ ലോങ് ടൈമിൽ പഠിച്ച് സെറ്റ് ക്ലിയർ ചെയ്ത് കുറച്ചും കൂടെ സബ്ജക്ട് ബേസ് കുറച്ചും കൂടെ വൈഡ് സ്പ്രെഡ് ആക്കി അടുത്ത HSST പോലുള്ള എക്സാമുകൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർ ലോങ് ടൈം ബാച്ച് ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഈ കാണുന്ന 9746455514 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ 2027 ജാനുവരിയുടെ സെറ്റ് എക്സാമിന്റെ ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കുള്ളത് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, സബ്ജക്ട് ലൈവ്. അപ്പൊ നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ലൈവ് ക്ലാസ്സസിലാണ്. പിന്നെ വർക്ക് ഷീറ്റുകളുണ്ട് കൃത്യമായിട്ടുള്ളത്, എക്സാംസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്. അപ്പൊ തുടങ്ങിയതാണ് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.